വെള്ളരിമല വില്ലേജ് ഓഫീസിലെ പുറകിൽ പുന്നപ്പുഴ ഒഴുകുന്ന ഭാഗത്ത് കാറടക്കം അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വീട്ടിലെ എല്ലാ സാമഗ്രികളും അടങ്ങുന്ന ഒരു വലിയ കൂമ്പാരം തന്നെയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനടിയിൽ ആളുകളുണ്ടോ എന്ന സംശയത്തിൽ തെരച്ചിൽ വേഗത്തിലാക്കിയിരിക്കുന്നു. ആശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വെള്ളരിമല വില്ലേജ് ഓഫീസിന് പിറകിലുള്ള രക്ഷാപ്രവർത്തനം, അതായത് അവശിഷ്ടങ്ങളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അറിയാനുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. രാവിലെ മുതൽ ആരംഭിച്ച തെരച്ചിൽ ഇപ്പോൾ സൈനിക വിഭാഗം കൂടി എത്തിച്ചേർന്നിരിക്കുന്നു. അവർ കൂടി ഈ തെരച്ചിലിൻ്റെ ഭാഗമാവുകയാണ്. ഒരു വാഹനം, അത് കാറാണെന്ന് തോന്നുന്നു, ആ കാറ് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ആ കാറ് തിരിച്ച് അവിടെ നിന്ന് ആ ചെളിക്കൂമ്പാരത്തിൽ നിന്ന് പിന്നെ ആ മൊത്തം അവശിഷ്ടങ്ങൾ കിടക്കുന്ന സ്ഥലത്തു നിന്ന് ആ കാറ് മലർത്തിയിടാനുള്ള ശ്രമത്തിലാണ് കുറേ നേരമായി ശ്രമിക്കുന്നത്. എന്തായാലും ചെളിയിലത് ഇരുന്ന് പോയതുകൊണ്ട്, അമർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ദുഷ്കരമായൊരു പ്രവൃത്തിയായിരുന്നു. അത് കുറേ നേരമായി ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഭാഗത്തേക്ക് സൈന്യം കൂടി വരികയാണ്. മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഭാഗമായുള്ള സൈനിക ഉദ്യോഗസ്ഥരാണ് ഈ തെരച്ചിൽ പങ്കെടുക്കുന്നത്. അവരുടെ തെരച്ചിൽ അവർ കൂടി ഈ വെള്ളരിമല വില്ലേജിന് പിറകു ഭാഗത്ത് കടാവർ നായ അടക്കം ഉള്ള ക്രമീകരണങ്ങൾ കൂടിയാണ് മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നത്. ആദ്യ ദിവസം 27 മൃതദേഹങ്ങളും ഇന്നലെ മാത്രം 7 മൃതദേഹങ്ങളും കണ്ടെടുത്ത സ്ഥലമാണ്. കാരണം ഇവിടേക്കാണ് ഈ ഉരുൾപൊട്ടി വന്ന് വലിയൊരു ഭാഗം അടിഞ്ഞത്. മണലും ചെളിയും വൻമരങ്ങളും വന്ന് അടിഞ്ഞു കിടക്കുന്ന പ്രദേശം ഇതായതുകൊണ്ടാണ് ഇത്രയും കാര്യമായ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ വരാൻ കാരണം. ഇനിയും മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് സംശയിക്കുന്നു. കാര്യമായ ദുർഗന്ധം ഈ മേഖലയിൽ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ തോതിൽ തെരച്ചിൽ നടത്തുന്നത്. 6 സെക്ടറുകളായി തിരിച്ചുള്ള തെരച്ചിലിൽ 4ാം സെക്ടറായി അടയാളപ്പെടുത്തിയ ഭാഗമാണ് ഈ വെള്ളരിമല ഈ ഭാഗം. അവിടെ ഇപ്പോൾ ഈ വാഹനം, ഈ കാറ്, മോട്ടോർ വാഹനം എന്താണോ, കാറാണോ അതോ ഈ ചെറിയ ടാറ്റ ഏസിൻ്റെ ഈ വെള്ളിമുങ്ങ പോലത്തെ വാഹനമാണോ എന്നറിയില്ല, അത് തിരിച്ചിടാനുള്ള ശ്രമത്തിലാണ് സൈനിക ഉദ്യോഗസ്ഥരും മറ്റും നടത്തുന്നത്. എന്തായാലും ശക്തമായ തെരച്ചിൽ ഇന്നും 3ാം ദിവസവും തുടരുകയാണ്. ഈ തെരച്ചിൽ വലിയ ആൾക്കൂട്ടം ഈ സന്നദ്ധ പ്രവർത്തകർ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നു. ഒപ്പം മറ്റ് വിദഗ്ധരായ സൈനിക ഉദ്യോഗസ്ഥരും ഈ തെരച്ചിലിൻ്റെ ഭാഗമാണ്. എന്തായാലും ഈ വാഹനം ഒന്ന് മലർത്തിയിട്ട് നോക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം ഇവിടെ നിന്ന് നേരത്തെ മുതൽ ദുർഗന്ധം വമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീടിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും ഈ ഉള്ള ഒരു കൂമ്പാരമാണ് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചതും ഇപ്പോൾ അവിടെ ഉള്ളതും. അപ്പോൾ സർട്ടിഫിക്കറ്റുകൾ, ഗ്യാസ് സിലിണ്ടറുകൾ, പാത്രങ്ങൾ, കിടക്കകൾ, ചെരുപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അടിഞ്ഞുകൂടിയ സ്ഥലമാണ്. അപ്പോൾ ഒരു വീട് അപ്പാടെ ഇവിടെ ഒഴുകി വന്നിരിക്കുന്നോ എന്നുള്ള സംശയമുണ്ട്. ഫർണിച്ചർ അടക്കം ഇതിനിടയ്ക്ക് കാണാം. അപ്പോൾ ഇവിടെ തന്നെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടെ ശക്തമായ തെരച്ചിൽ. അപ്പോൾ മറുഭാഗത്ത് അവിടെയും വലിയ തോതിൽ മരങ്ങൾ വന്ന് അടിഞ്ഞ സ്ഥലമാണ്. ആ മരങ്ങൾ വന്ന ഭാഗത്ത് ഇപ്പോൾ സ്ട്രെച്ചറുകൾ മറ്റും കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. അവിടെ മൃതദേഹാവശിഷ്ടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. നായ അവിടെ നേരത്തെ കടാവർ നായ മണപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം അവിടെ ശക്തമായ ദുർഗന്ധം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ആ ഭാഗം കേന്ദ്രീകരിച്ച് നായ കുറേ നേരം നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. എന്തായാലും അവിടെയും ഇപ്പോൾ സ്ട്രെച്ചറും മറ്റും കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ ഇനിയും ആളുകളുടെ അവശിഷ്ടങ്ങൾ ഉണ്ട്, മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന ശക്തമായ സംശയത്തിലാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ശ്രീ നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു വീടിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഒരേ സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്നപ്പോൾ അതിന് താഴെ മനുഷ്യ ശരീരം ഉണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ അവിടെ തിരച്ചിൽ വേഗത്തിൽ നടക്കുന്നു എന്നാണ് ശ്രീ റിപ്പോർട്ട് ചെയ്യുന്നത്.